ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം എപ്പോൾ ചകരിച്ചോറിലും വയലിലെല്ലാം നടുന്നില്ല. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഇതെന്നാന്ന് വെച്ചാൽ പിന്നെ ഒരു വാഴത്തട, ഇങ്ങനത്തെ ഒരു വാഴത്തട കണ്ടില്ലേ, വാഴത്തട കണ്ടേ. ഈ വാഴത്തട ഇതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഉള്ളിൽ കാമ്പുണ്ട്. ഈ വാഴത്തടീൻ്റെ പോള പൊളിച്ച് ഇതും എല്ലാം കൂടി മൊത്തം എങ്ങനെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാമ്പ്. ഇത് തറച്ചിട്ട് ഇത് ഉണങ്ങിയ അതിൻ്റെ വാഴേൻ്റെ ഇതിൻ്റെ തണ്ടും എല്ലാം കൂടി ഉണങ്ങിയത്. ഇത് ചാണകം കലക്കി വെച്ചത്, കുറച്ച് ചാണകം കലക്കി വെച്ചത്. പിന്നെ കുറച്ച് ജൈവവളം, ഇതിൻ്റെ നടുക്ക് നടാൻ വേണ്ടിയിട്ട് കുറച്ച് ജൈവവളം. ഇത് കണ്ട, പിന്നെ കുറച്ച് കുമ്മായം. ഈ ഉണങ്ങിയ ഇലയിലെല്ലാം എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് കുമ്മായം, 2 മണി കുമ്മായം പേറുക അതിൻ്റെ മേലെ, എന്നാൽ അണുക്കളുണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് തറച്ച് ഇത് വൃത്തിയാക്കാലോ. എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് കാമ്പ്. ഇത് കണ്ട, ഇതും തറച്ചെടുക്കണം. ഇതെല്ലാം അടക്കാണ് തറച്ചെടുക്കുന്നത്. ഉണ്ടാ, ഇത് കാമ്പ്. ഇതെല്ലാം ഇത് കണ്ട, ഇത് നല്ലതാണ് കാമ്പ്. തലനാറെല്ലാം വയറ്റിലെത്തിയാൽ ഇത് കുടുങ്ങി ഇത് വെച്ച് തിന്നാൽ പോകുന്നതാണ് പറയുക. പിന്നെ മൂത്രക്കല്ലിനെല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാണ് ഇപ്പം ഈ തറച്ചിട്ട് തറച്ചിട്ട് എടുക്കട്ടെ. ഇത് തറച്ചിട്ട് അതിൽ വാരിയിടാൻ. ഇത് തറച്ചിട്ട് ഇനിയിപ്പോൾ ഈ ഇല മുറിച്ചിട്ട് ഈ വാഴക്കൈ തറച്ചിട്ട് ഇതിങ്ങനെ ഇല അരിഞ്ഞിട്ട് തറച്ചിട്ടു. ഇതിപ്പോൾ ഇത് വാഴേൻ്റെ ഇല, ഉണങ്ങിയ ഇല. ഇത് വാഴത്തട കണ്ട, വാഴത്തടയിൽ കാമ്പും എല്ലാം ഉണ്ട്. തടേൻ്റെ ഒട്ടാകെ ഇത് കുമ്മായം, ഇത് ചാണകം കലക്കി വെച്ചത്. ഇപ്പം എങ്ങനെ ഇനി വാരി നടക്കും നമുക്ക് നോക്കാമല്ലോ. ഇതിങ്ങനെ നടക്കുക. അതിനൊരു കൊള്ളി വെക്കണം. ഈ പൈപ്പുണ്ട്. ഈ പൈപ്പ് എടുത്തിട്ട് ഇതിൽ താത്ത് വെക്കട്ടെ. ഇതിങ്ങനെ വെക്കുക. ഇത് നടുക്ക് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വാരി നടക്കുക. എന്താ ഇങ്ങനെ വാരി നടക്കുക. ഇനി ഞാൻ വളമൊന്നും ഇട്ടില്ല. വളം ഇട്ടാൽ വളം നടുക്ക് മാത്രം. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് കൂടി ചാണകം ഒഴിക്കുക. ചാണകം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലപോലെ അലിഞ്ഞ് ചേരും വേഗം. അതുകൊണ്ടാണ് ഈ ചാണകം ഒഴിക്കുന്നത്. ഇത് ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ നല്ല വളമായിട്ട് പൊടിയായിട്ട് വരും. ശരിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ തന്നെ നല്ല കറക്റ്റും തരിതരിയായിട്ടുള്ള വളമായിട്ടിങ് വരും. ഇതിലെന്ന് വെച്ചാൽ വെള്ളം നിൽക്കും, തണുപ്പ് അധികം ഉണ്ടാവും. ഇനി ഒരു ലെയർ അത് ഇട്ടു. ഇനി ഇത് ഒരു ലെയർ ഇട്ട് ഇത് ഒരു ലെയർ ഇട്ടു. ഇത് കാണില്ലേ, ഇത് ഇട്ട് കണ്ട, ഇതിട്ടു. ഇതൊരു ലെയർ ഇട്ടു കണ്ട. ഇങ്ങനെ ഒരു ലെയർ ഇട്ടു. ഇനി കുറച്ച് ഇത് കൂടി വാരിയിട്ട. കുറച്ച് ചാണകം ഒഴിക്കാം. ചാണകം ഇത് വേണ്ട, ചാണകം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഈ ചാണകം ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാലെന്ന് വെച്ചാൽ, ഈ ചാണകം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം അലിഞ്ഞ് ചേർന്നു പോകും. അതിൻ്റെ നനവും മറ്റേ ഉണക്കച്ചപ്പും എല്ലാം കൂടി, ആ പച്ച ഇതും എല്ലാം കൂടി അങ്ങ് അലിഞ്ഞ് ചേരും വേഗം. താമസം വരില്ല. ഇതെല്ലാം കൂടി അങ്ങ് ഇനി ഇതിൻ്റെ മേലെ ഇത് വാരിയിട്ട് എന്താ
വേഗം അങ്ങോ ഇത് വേഗം അടിയിലാവും. അന്നേരം നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറേ കൂടി താണു പോകുമ്പോൾ കുറച്ച് നമ്മൾ ഇതേപോലെ തറച്ചിട്ടിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തറച്ചിട്ട് വേറൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് കുറച്ച് വളവും കുറച്ച് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സീമക്കൊന്നതിന് ചപ്പ് വേണം. ഇത് എല്ലാം ഇട്ടില്ലേ, ഇതെല്ലാം കൂടി ഇതിൽ വാരിയിട്ടെ. കുറച്ച് സീമക്കൊന്ന ചപ്പും കൂടി വേണം ഇത് മേലെ പച്ചച്ചപ്പ് വെക്കാൻ. എന്നാലേ അതൊരു നല്ലൊരു ഇതാവത്ത് വരും. നല്ലൊരു നല്ലൊരു പണിയാണ്. പിന്നെ വേറെ മണ്ണ് വേണ്ട, ചകരിച്ചോറ് വേണ്ട, ഒന്നും വേണ്ട. 10 പൈസ മുടക്ക് മുതലില്ലാതെ കേട്ടാണ് ഈ പച്ചക്കറി നടാനാക്കുന്നത്. ഇത് 10 പൈസ മുടക്ക് മുതലില്ല. നമ്മളെ വളപ്പിൽ വേസ്റ്റായിട്ട് കളഞ്ഞു പോകുന്ന വാഴയെല്ലാം തേച്ചും വെറുതെ കളയലാണ്. ആ കളയുന്ന സാധനം മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഇതിൽ ചാണകം വയ്ക്കട്ടെ. എന്താ ഇതിട്ടിട്ട് ഇതും കൂടി പറിച്ചിട്ട് അതിലിട്ട് ചപ്പ്. ഇത് വെറും വേസ്റ്റ് സാധനം മാത്രമേ കൊണ്ടു. ഇനി വേറെ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് നമ്മളിപ്പോൾ ഒരു വളവും കൊടുക്കണ്ട. എല്ലാം ഇഷ്ടംപോലെ ഇതിൽ തന്നെയുണ്ട്. എന്നുവെച്ചാൽ ആ ചാണകം അതെല്ലാം അലിഞ്ഞ് ചേരുമ്പോഴേക്ക് നല്ലൊരു വളമായിട്ട് വരും. ഇത് വേണ്ട, ഇത് നല്ലപോലെ ഈ സീമക്കൊന്നയും നല്ല വളമല്ലേ. ഇത് പച്ച സീമക്കൊന്ന ഏത് ചപ്പായാലും മതി. നല്ല ചെറിയ ചപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേഗം അമിയുന്ന. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് സീമക്കൊന്ന ചപ്പെല്ലാം അമിയും. നാളെയൊക്കെ തന്നെ നടക്കെ 2 ദിവസം കൊണ്ട് തന്നെ ഇത് അമിയും. ഈ ചാണകം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതാണ്. ഈ പൊടി വളർത്താക്കാട്ടി നല്ലത് ചാണകമാണ്. ചാണകമാകുമ്പോൾ എന്ന് വെച്ചാൽ വേഗം ഇതുവരെ ചേരും. മറ്റേത് വഴി യോജിച്ചിട്ട് തണുപ്പോട് കൂടിയിട്ട് അങ്ങ് അമിഞ്ഞ് വരും. നല്ല ശരിക്ക് ഇതായിട്ട് വരും. ഇത് വേണ്ട ഇതിപ്പം ഇങ്ങനെ ഇട്ടില്ലേ. ഇനിയിപ്പോൾ ഇത് കൂടി ഇതിൽ ഒഴിക്കട്ടെ. ഇത് ചാണകം നടുന്നെടുത്ത് വരുന്നില്ല, തൈരകത്ത് വരില്ല. ഇത് പുറത്തേ വരുള്ളൂ. എന്താ പുറത്ത് മാത്രം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇത് നട്ടിട്ട് കൊടുക്കും. തൈ നടും. അതിനകത്ത് പൊടി വാരിയിടും. ഇതിൻ്റെ മേലെ കുറച്ച് കുമ്മായ പൊടി വാരി വെതറ. എന്താ കുറച്ച് കുമ്മായ പൊടി. എന്താണെന്ന് വെച്ചാൽ ഈ സൂക്കേട് വരില്ല. ഈ വാഴത്തട എല്ലാം അതിൻ്റെ ഒരു അണുക്കളുണ്ടെങ്കിൽ ആ കുമ്മായത്തിലങ്ങ് പോയിക്കോളും. അതുകൊണ്ടാണ്. ഇത് വേണ്ട. ഇനിയിപ്പോൾ ഇതിങ്ങെടുക്കാം. ഇതിങ്ങെടുത്തു കഴിഞ്ഞാൽ ഈ വളം വാരിയിടായി. ഈ വളം എന്താ ഇത് ജൈവ വളമാണ്. ഇത് വാരിയിലിട്ട് കൊടുക്കുക. എന്താ കുറച്ച് ഈ പൊടി വെള്ളം കൂടി ഇടാം. ഇത് നടുക്ക് നിറഞ്ഞ് വരണ്ടേ. ഇതിൽ നിറഞ്ഞു. ഇതിൻ്റെ മേലെ കുറച്ച് പൊടി വെള്ളം വാരിയിടാം. എന്നാൽ അത് ഇതിൻ്റെ ഉള്ളിൽ തൈ വെക്കട്ടെ. തൈ വെക്കലാണേ. ഇത് ഒരു തക്കാളി തൈയാണ് ഞാൻ നടുന്നത്. എന്താ തക്കാളി തൈ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പൊടി വെള്ളം വാരിയിടാം. കണ്ടോ അത് ആ വാഴത്തടയാണെന്നൊന്നും പറയാൻ കഴിയില്ല. കണ്ടോ എന്താ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല കണ്ടീഷനായി അല്ലേ. ഇത് നല്ലൊരു ഇതാണ്. ഇത് നമുക്ക് നോക്കി പോകാൻ നല്ല ഞാൻ കരിയിലയിൽ ഇട്ടിട്ടുണ്ട്. അത് നല്ല ഉഷാറായിട്ട് വരുന്ന ഇന്നലെ കരിയിലയിലായിട്ടില്ല. ഇതിപ്പം ഇത് കണ്ട ഇത് പിന്നെ എന്താ വാഴത്തടയില കനമൊന്നുമില്ല, വെയിറ്റൊന്നുമില്ല. കണ്ട ഇത് ഒന്ന് നട്ടു നോക്കണം. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഇന്നിപ്പോൾ ഇത്രയും മതി ഈ വീഡിയോ. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ എല്ലാവരോടും നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടും പിന്നെ കമൻറ്റ് ചെയ്യുന്നവരോടും ലൈക്ക് ചെയ്യുന്നവരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇനി പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.